കല്ലാർ പാലം മെയിൻ എൻട്രൻസ്. കല്ലാർ മീൻമുട്ടി കാണാൻ വരുന്നവർക്കുള്ള മെയിൻ എൻട്രൻസ് ഇതാണ്. ഇവിടെ നിന്നാണ് പാസ്സൊക്കെ എടുത്തിട്ട് പോകേണ്ടത്. ചീവീടിൻ്റെ ഒരു സൗണ്ട്, വനഭംഗി എന്ന് പറയുന്ന ഇതാണ്. തീർച്ചയായിട്ടും വല്ലപ്പോഴുമൊക്കെ ഒഴിവേളകളിൽ നമ്മൾ വീട്ടമ്മമാരും ഇതുപോലെ വെറുതെ വീടിനുള്ളിൽ തന്നെ ചടഞ്ഞു കൂടാതെ ഇത്തരം കാഴ്ചകളിലേക്കൊക്കെ വരണമെന്നാണ്. വരുന്നുണ്ടാവാം, ധാരാളം ആൾക്കാരെ ഞങ്ങളിവിടെ കണ്ടു. അപ്പോൾ എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ടെന്ന് ഈ യാത്രയിൽ മനസ്സിലായി എനിക്ക്. അല്പം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ നടക്കുകയായി. സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് ചുരുൾ കയങ്ങളും വഴുക്കൻ പാറകളും ഉള്ളതിനാൽ അപകടങ്ങൾ ഇവിടെ പതിവാണ്. വെള്ളച്ചാട്ടം 1 കിലോമീറ്റർ അകലെ. അഗാധമായ ഗർത്തങ്ങളും വഴുക്കൽ പാറകളും ഉൾപ്പെടുന്ന കല്ലാർ നദി ദുരന്തങ്ങൾ പതിവാണ്. സന്ദർശകർ സൂക്ഷിക്കുക. ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക. ഓരോ സന്ദർശകരും അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. അവിടെ എവിടെയായിട്ട് ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപകട സിന്ധു ടീച്ചർ മടുത്തെന്നാണ് തോന്നുന്നത്. അപകട മേഖലയെന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. വാട്ടർ ഹോളിലേക്ക് ഇനി 800 മീറ്റർ വെള്ളച്ചാട്ടം 800 മീറ്റർ അടുത്താണ് ബോർഡുണ്ട്.
ടീച്ചർ എവിടെ ഇറങ്ങുന്നേ? അത് സ്റ്റെപ്പോ? ആ, സൗണ്ട് കേൾക്കുന്നുണ്ട്. സൂക്ഷിച്ചിറങ്ങിപ്പോണേ. ആ ആ ഉണ്ട്, ഒരു വാച്ചർ ഹൗസ്. ആഴിയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. നല്ല പാറ ഉണ്ടോ? മഴയാ? ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ടേ. കണ്ടോ, നനയത്തില്ല. ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഇരിക്കുന്ന ടീച്ചറെ? ഇരിക്കുന്ന കണ്ടോ, ഇവിടെ നനയത്തില്ല. ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വഴിയിലൂടെ ഇവിടെ നടന്ന് ഇതെല്ലാം താണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ്. വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. വീണ്ടും ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണോ? എത്തിയല്ലേ? ഉണ്ട്, ഇവിടെ എത്തി. ആ, പിടിച്ച് അക്കരെ കിടക്കാനൊക്കെയുള്ള എന്തേ ആൾക്കാർ വരുന്നവർ പോയിക്കൊണ്ടിരിക്കുന്നോണോ? ആണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. തട്ടുകളായിട്ട് വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഒരു കയത്തിലേക്കാകുന്നു വെള്ളം. ഈ വെള്ളമാണ് താഴേക്ക് ഒഴുകി പോകുന്നത്. അത് കല്ലാറ് ചെന്ന് അവിടെ കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉള്ള വിശാലമായൊരു നല്ലൊരു സ്പോട്ടാണത്. ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത്. മേളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, വനത്തിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ മീൻമുട്ടി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് സമയം ഇപ്പോൾ 4 മണിയായി. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നടക്കുവാണ്. കാരണം നേരം ഇപ്പം തന്നെ 4 മണി ആയിട്ടുള്ളൂ. ഒരു 5 മണി 6 മണിയൊക്കെ ആകാൻ പോകുന്നതിൻ്റെ ഒരു അന്തരീക്ഷമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കാരണം താഴേക്ക് ഇറങ്ങുവാണ്.